നമ്മുടെ ലൊക്കേഷനിൽ ഒരുപാട് താരങ്ങൾ പാടുന്നത് കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. നമ്മൾ വിശ്വസിക്കാൻ കഴിയാത്ത ചില താരങ്ങൾ പാടും. അങ്ങനെ കുറച്ച് താരങ്ങളെ ഞാൻ വേദിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് ഒരു സൂപ്പർ ഹിറ്റ് ആൽബത്തിലെ ഗാനമാണ്. ഇതിനോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നായകന്മാരുണ്ട്. ഓർക്കസ്ട്ര ഇല്ല. അതുകൊണ്ട് നമ്മൾ തന്നെ ഇതിന് താളം കൊടുക്കുകയാണ്. പാട്ട് തുടങ്ങുമ്പോൾ നല്ല താളം തന്നേക്കണം. ഓക്കെ, റെഡി? പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. താളം കൊടുക്കാൻ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. അഴകോലും പെൺമൈനെ ഒതിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയുമ്പോൾ ഒരു പുഞ്ചിരി നൽകില്ലേ. അഴകോലും പെൺമൈനെ ഒതിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയുമ്പോൾ ഒരു പുഞ്ചിരി നൽകില്ലേ. ഓ, പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. നീ മനസ്സിൽ പ്രതിഷ്ഠ നേടാൻ കൊതിച്ചതാണ് ഈ നെഞ്ചം, തകർത്തെടുക്കി പെട്ടിയിലാക്കിയില്ലേ ഈ പന്നി. ഒന്നരം വിടരും നേരം കുളിച്ച് റെഡിയായി വന്ന്, കൊതിച്ച പെണ്ണോ ചീത്ത വിളിച്ചില്ലേ. എലിപ്പനായി വിസണ്ണനായി പിരാന്തനായി നമ്മൾ നിന്ന്. അല്ലോ, എലിപ്പനായി വിസണ്ണനായി പിരാന്തനായി നമ്മൾ നിന്ന്. മക്കളെ പലവട്ടം കാത്തു നിന്ന് അയ്യ നമ്മുടെ കോളേജ് മൈതാനത്തെ ഒറ്റ വാക്കും മിണ്ടാതെ പോയില്ലേ നായിന്റെ മോളെ. നിരാശകാമുക ലോകത്തിൽ ഒരു പ്രധാനിയായി നിന്നു. പരീക്ഷയിൽ ഞാൻ തുന്നാൻ പാടിയില്ലേ. തുന്നാം, തുന്നാം. സപ്ലിക്ക് തീർത്തൊരു കൊട്ടാരത്തിന് മുന്നിൽ പകച്ചു നിന്നു. മാതാപിതാക്കൾ ഗുണ്ടകളായില്ലേ. ഗുണ്ട, ഗുണ്ട. എളിപ്പനായി ഞാൻ വിഷണ്ണനായി ഞാൻ പിരാന്തനായി ഞാൻ നിന്നു. എളിപ്പനായി ഞാൻ വിഷണ്ണനായി ഞാൻ പിരാന്തനായി ഞാൻ നിന്നു. അതെ, ഞങ്ങൾ രാഷ്ട്രീയക്കാർക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. പലവട്ടം പിറകെ നടന്നു ഞാൻ ഒരു മെമ്പർഷിപ്പിനായി, ഒരു വാക്കും മിണ്ടാതെ പാർട്ടി പണ്ട് തള്ളിയില്ലേ. തനിക്ക് അത്രയല്ലേ പറ്റിയുള്ളൂ. പലവട്ടം മത്സരിച്ചു ഞാൻ, മുഖ്യന്റെ സീറ്റിൽ കയറി, പക്ഷേ ഒരു വാക്കും മിണ്ടിക്കാതെ. താങ്ക് യു വെരി മച്ച്. കാവി, കാക്കി, കതർ, ഈ വേഷം കൊണ്ട് ഒരുപാട് അഭ്യാസങ്ങൾ നമ്മുടെ കേരളത്തിൽ കാണിക്കാൻ കഴിയും. ഇത് കിട്ടുകൊണ്ട് എന്ത് അഭ്യാസം കാണിച്ചാലും കേരളത്തിൽ ഒരു പ്രശ്നവും ഇല്ല. അഴി എണ്ണിയാൽ പോലും അവിടെ നല്ല ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ നാരായണ, നമുക്ക് ഇന്നിപ്പോ നാരായണ സംഗീതത്തിന്റെ വളരെ വിശാലമായ ആഴക്കടലിൽ നിന്നും വന്നിരിക്കുന്ന ഒരാളാണ്. അതെ അതെ. അപ്പൊ സംഗീതം സത്യത്തിൽ ഉള്ളിൽ നിന്നും വരുന്നതാണോ? ഉള്ളിൽ നിന്ന് വരുന്നതല്ല, സവാളയിൽ നിന്നും വരും. എങ്ങനെ? ഇതിപ്പോ ഏതാണ്? ഇത് ഉരുളക്കിഴങ്ങിൽ നിന്ന് വന്നതാണ്. ഓക്കെ, അപ്പൊ സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ എങ്ങനെയാണ് പ്രേക്ഷകർക്ക് മനസ്സിലാക്കുന്നത്? സംഗീതം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതത്തിന് മാർക്കിടാൻ പറ്റിയ ഒരുപാട് ആൾക്കാരുണ്ട്. സംഗീതത്തിന്റെ ഒരു ലോകമാണ്. പക്ഷെ ഞാനിപ്പോ കുറേ നാളുകൾ ഇങ്ങനെ കേരളമൊക്കെ ചുറ്റി നമ്മുടെ നാട്ടിലേക്ക് ചെന്നപ്പോൾ നാട്ടിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലമാണ്. ഓട്ടായിരുന്നു കേരളത്തില്. ആ ബൈപ്പാസിലേക്ക് ഒന്ന് ചെല്ലണം. കേരളത്തിലെ എല്ലാ ബൈപ്പാസുകളിലും വലിയ പോസ്റ്ററും വലിയ ഫ്ലക്സുകളുമാണ്. ചിഹ്നങ്ങൾ വരെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ബൈപ്പാസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ കുറെ കാലങ്ങൾ കൊണ്ട് കേൾക്കുന്നതാണ് ഈ ബൈപ്പാസ് സർജറി. സർജറികളിൽ ഏറ്റവും വലിയ പാസ്സാണ് ബൈപ്പാസ് സർജറി. എന്താണ് ഈ ബൈപ്പാസ്? ഈ സർജറിക്ക് ഒരു ബൈപ്പാസ് എന്ന് പറയാൻ കാര്യം, സർജറി ചെയ്യുമ്പോൾ വിജയിച്ചാൽ പാസ്, ഇല്ലെങ്കിൽ ബൈ. അത്രേ ഉള്ളൂ ഇതിനകത്ത് കാര്യം. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഏതാണ്ട് അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. വോട്ട് ചെയ്യാൻ പോയില്ലേ? വോട്ട് ചെയ്യാൻ പോയി, നന്നായിട്ട് വോട്ട് ചെയ്തു. എന്നെ ആൾക്കാർ നോട്ട് ചെയ്തു. ഞാൻ വോട്ട് ചെയ്യാൻ പോയി, എന്നെ ആൾക്കാർ നോട്ട് ചെയ്തു. ഞാൻ ഈ മരിച്ചവരുടെ ലിസ്റ്റിലാണ് ഇപ്പൊ പെട്ടിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് മരിച്ചവരുടെ ലിസ്റ്റ് പെടുന്നത്? ഞാൻ പറഞ്ഞില്ല, ഞാൻ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നല്ല തെരഞ്ഞെടുപ്പിന്റെ കാലമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ സുഹൃത്തെ. അപ്പൊ അതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യാൻ പോയി. ഇത്തവണ ഞാൻ നോട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ, വോട്ട് ചെയ്തില്ല. കഴിഞ്ഞ തവണ ഞാൻ വോട്ട് ചെയ്യാൻ പോയി. എന്നെ കൊണ്ടുപോയി ആൾക്കാർ എന്നെ വളരെ ഗംഭീരമായിട്ട് കാറിൽ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ അവരോട് ചോദിച്ചു, അരിവാൾ ചുറ്റിക തന്നെയല്ലേ നിങ്ങളുടെ ചിഹ്നമെന്ന് ചോദിക്കലും ഇടി തുടങ്ങലും ഒരുമിച്ച്. നിങ്ങൾ ഇഷ്ടപ്പെട്ട ചിഹ്നത്തിൽ വോട്ട് ചെയ്തു, അപ്പൊ അവർ അടിച്ചെന്തിനാണ്? UDF-കാരാണ് എന്നെ കൊണ്ടുപോയത്. ശരി, എന്നിട്ടോ? പിന്നെ കിട്ടിയത് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. കാറിൽ പോയി ഞാൻ കാറിലാണ് തിരിച്ചു വന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിലും കാക്കിക്കുള്ളിലാണെങ്കിൽ പോലും എന്റെ മനസ്സിൽ ഒരു കലാകാരൻ ഇപ്പോഴും നീർ കിടക്കുകയാണ്.
ആ കലാകാരനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആയിക്കോട്ടെ. അപ്പൊ അതുകൊണ്ട് മലയാളത്തിലെ പ്രിയപ്പെട്ട 2 നടന്മാരുടെ ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ നല്ലൊരു പ്രകടനം നമ്മുടെ നാട്ടിൽ ഞാൻ ഏത് കാണിച്ചു. 2 നടന്മാര്? മമ്മൂട്ടിയാണെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ ആണെങ്കിൽ മോഹൻലാൽ. ആരുടെ ഡേറ്റ് കിട്ടുമെന്ന് വെച്ചാൽ അവരെ വെച്ചുകൊണ്ടൊരു പടം ചെയ്യാനാണ് എന്റെ അല്ല, തീരുമാനം. ഈ വേഷത്തിന്റെ ധാരണ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ബ്രഹ്മചാരികളാണ്. ബ്രഹ്മചാരികൾക്ക് ഒരിക്കലും കല്യാണങ്ങൾ പാടില്ല. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ പ്രിയപ്പെട്ട 2 താരങ്ങളിൽ ആരാണ് ഇവിടെ ഫാൻസ് അസോസിയേഷൻ കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ അവരഭിനയിച്ച സിനിമകൾ കൊണ്ടുകൊണ്ട് ഒരു പാട്ട് ഞാൻ പാടാൻ പോവുകയാണ്. പാട്ടുകൾ പാടും. ഏത്? പാട്ടുകൾ പാടും. റെഡി? എന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ എന്നുവരെ വന്നില്ലാരും. ഒരു നോക്കു കാണാൻ വന്നു നസ്രാണി, മഴയെത്തും മുമ്പേ എത്തി പൊന്തന്മാട. നായർ സാബും വന്നു മായ ബസാറിന്ന്, പപ്പയുടെ സ്വന്തം അപ്പൂസും. ഒരു നോക്കു കാണാൻ വന്നു നസ്രാണി, മഴയെത്തും മുമ്പേ എത്തി പൊന്തന്മാട. നായർ സാബും വന്നു മായ ബസാറിന്ന്, പപ്പയുടെ സ്വന്തം അപ്പൂസും. അരപ്പട്ട കെട്ടിയ ഗ്രാമമല്ല ഈ ന്യൂഡൽഹി എന്ന മഹാനഗരം. പ്രാഞ്ചിയേട്ടന്റെ ദളപതി പാലേരി മാണിക്യൻ രാജമാണിക്യമല്ലേ. 1921 സ്ഫോടനത്തിൽ വീണ്ടും കുട്ടേട്ടൻ ദുബായിന്ന് വന്നപ്പോ വല്യേട്ടനു വാങ്ങി ജോണി വാക്കർ. 1000 നാവുള്ള നന്ദന്റെ വിഷ്ണു പല്ലാവൂർ ദേവനാരായണന. കുട്ടി സ്രാങ്ങിന്റെ വിധേയനാങ്കോട്ടയൻ ഉച്ചൻ ഉദ്യാന പാലകന. കച്ചിലേടത്ത് പരുന്ത് കരുന്ത് പട്ടണത്തിൽ ഭൂതമായ പളുങ്ക്. ചട്ടമ്പി നാടിന്റെ ഹിറ്റ്ലറാണ്, ബസ് കണ്ടക്ടറാണ് എന്റെ അണ്ണൻ തമ്പി. രാപ്പകൽ വന്നേ മാതരം പാടി, രാക്കുയില്ലാക സദസ്സിലാടി. ആ രാത്രി കൂട്ടി നീളം കിളിക്കുണ്ടായ സഫിരി രാജയ സിദ്ധാർത്ഥൻ. 3 മാസങ്ങൾക്ക് മുമ്പ് ദ്രോണ കളിയൂഞ്ഞലാടി ഡാടി കൂളായി. നാണയം ബ്ലാക്കിന് വാങ്ങി അംബേദ്കർ കാർണിവൽ കണ്ടു കണ്ടെറിഞ്ഞു. ബിഗ് അഴകൻ പഴശ്ശിരാജ ബെസ്റ്റ് ആക്ടർ രാക്ഷസ രാജാവ. അയ്യർ ദി ഗ്രേറ്റ് ആണ്, കിങ് ആണ്, സൂര്യമാനസം കണ്ട യുഗ പുരുഷൻ. ബിഗ് അഴകൻ പഴശ്ശിരാജ ബെസ്റ്റ് ആക്ടർ രാക്ഷസ രാജാവ. അയ്യർ ദി ഗ്രേറ്റ് ആണ്, കിങ് ആണ്, സൂര്യമാനസം കണ്ട യുഗ പുരുഷൻ. ലോകത്താ ദൂരത്ത് കണ്ണു നട്ട് മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു. വിസ്മയത്തുമ്പത്തിരുന്ന് വഴിയോര കാഴ്ചകൾ കാണുന്നു ഒന്നാമൻ. ഓടരുതമ്മവ ആളറിയാൻ ഗുരുപാദമുദ്ര കണ്ട് കറിഞ്ഞറിഞ്ഞു. ബ്രഹ്മചാരിയാറാം തമ്പുരാനുണ്ടായ രാജാവിന്റെ മകനാണ് അപ്പു. ദൂരെ ദൂരെ ഒരു കൂടുകൂട്ട മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. നാടുവാഴി നൽകി ചെങ്കോലെ. വാനപ്രസ്ഥത്തിൽ പടയണി താണ്ഡവം കാളിയ മർദ്ദനം ചന്ദ്രലേഖ. കാക്കക്കുയിലിനു മാമ്പഴക്കാലം കിളിച്ചുണ്ടൻ മാമ്പഴം ദേവാസുരം. വർണ്ണപ്പകിട്ടുള്ള താളവട്ടം കണ്ട് എന്റെ മുഖങ്ങൾ പൂവണിഞ്ഞു. റോക്കണ്ടോളാടുന്നു ദേവദൂതൻ, തലപ്പാനി അഴിക്കുന്നു പാലേട്ടൻ. ശ്രദ്ധയോടെ ഫോട്ടോഗ്രാഫർ എടുത്തിട്ടും ചിത്രത്തിൽ ഫ്ലാഷിന്റെ മിന്നാരം. സാഗരനിയാസ് ജാക്കിക്ക് വന്ദനം, അഗ്നിദേവൻ ഭഗവാനുദരം. ഹരിഹരം പിള്ള ഹാപ്പിയാണ്, പക്ഷേ ഹിസൈനസ് അബ്ദുള്ള ആര്യനാണ്. തന്മാത്രയും സൂര്യഗായത്രിയും രസതന്ത്രമാക്കി പരദേശി ഗുരു. താഴ്വരത്തെട്ടി പി ബാലഗോപാലന്റെ ജീവന്റെ ജീവനം ശോഭരാജെ. ഓട്ടോ ഓടിച്ച മാടമ്പി വടക്ക് നാഥനെ എങ്ങനെ നീ മറക്കും. താഴ്വരത്തെട്ടി പി ബാലഗോപാലന്റെ ജീവന്റെ ജീവന ശോഭരാജെ. ഓട്ടോ ഓടിച്ച മാടമ്പി വടക്ക് നാഥനെ എങ്ങനെ നീ മറക്കും. ഓട്ടോ ഓടിച്ച മാടമ്പി വടക്ക് നാഥനെ എങ്ങനെ നീ മറക്കും. ഓട്ടോ ഓടിച്ച മാടമ്പി വടക്ക് നാഥനെ നീ മറക്കും. താങ്ക് യു. ഇവര് വെച്ചുകൊണ്ട് ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ആ സിനിമയ്ക്ക് ഒരു പ്രത്യേകത തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് ഇന്റർവെൽ ഇല്ല. ജനങ്ങളെ എനിക്ക് അത്ര പ്രതീക്ഷയില്ല. 2 പേരുടെയും പാട്ടുകൾ കേട്ടുകഴിഞ്ഞു. ഇനി പ്രിയപ്പെട്ട ആ താരങ്ങളെ എനിക്കൊന്ന് കണ്ടാൽ അത്ര നല്ലതാണ്. താരങ്ങൾ കണ്ടാൽ മതി, അത്ര മാത്രം. അപ്പൊ താങ്കൾ ഇത്രയും പാട്ട് പാടിയപ്പോ ഈ മമ്മൂട്ടിയെ മോഹൻലാലിനെ ഈ ജീവിതത്തിൽ കണ്ടിട്ടില്ലേ? ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കാണണമെന്ന് ആഗ്രഹമുണ്ട്. കഥ പറയാൻ പോകുമ്പോൾ കാണാന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുക. കഥ പറയാൻ പോകുമ്പോ കാണാമെന്നുള്ള ആഗ്രഹത്തിൽ. അതെ അതെ. ഇതുവരെ കണ്ടിട്ടില്ല? ഇല്ല ഇല്ല. അപ്പൊ കണ്ടു കഴിഞ്ഞാൽ ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. കാണണോ? കാണാം. മമ്മൂട്ടിയെ മോഹൻലാലിനെയും കണ്ട അത്ര നല്ല. നമുക്ക് കാണാം. മമ്മൂട്ടിയെ മോഹൻലാലിനെയും കാണാം. ഓക്കെ, വെൽക്കം മിസ് മമ്മുക്ക. ആളേട്ടനല്ലേ സത്യത്തിൽ യഥാർത്ഥ താരം? അയ്യോ ഞാനോ? മമ്മൂക്കയല്ലേ മമ്മൂക്ക താരം. സത്യത്തിൽ നിങ്ങൾ ഈ പറയുന്ന മത്സരങ്ങളോ വിദ്വേഷങ്ങളോ ഞങ്ങളുടെ ഇടയിലില്ല, അല്ലേ ലാലേ? അതെ, ഈ മമ്മൂക്കയില്ലാതെ എനിക്കെന്താഘോഷം? സത്യത്തിൽ ഞങ്ങളല്ല താരങ്ങൾ. ഞങ്ങളെ ഞങ്ങളാക്കിയ ഈ ഇരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളാണ് താരങ്ങൾ. അതെ, നിങ്ങൾ തന്നെയാണ് താരങ്ങൾ.